നമസ്കാരം. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ എക്സിബിഷൻ നടക്കുകയാണ്. നമുക്കറിയാം, ഒരു 3 സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ വലിയ വിജയത്തിലേക്ക് വന്നു. 3ാമത്തെ സംരംഭമായിട്ടാണ് ഞാൻ കാണുന്നത്. അർബൻ ഗാല എന്ന് പറഞ്ഞ എക്സിബിഷൻ സെന്ററിലാണ് നിൽക്കുന്നത്. ഇത് കലൂരാണ് നടക്കുന്നത്. ഇത് കുറേ ഇവന്റുകളുണ്ട്. ഇവന്റുകളെ കുറിച്ച് മൊത്തം പറയാൻ അതിൻ്റെ സംഘാടകരുള്ള 2 പേരുണ്ട്. അതോ 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. അതോടൊപ്പം തന്നെ അർജുനഷകൻ ഉണ്ട്, ഒന്ന് ചേർന്നിരിക്കുക. അദ്ദേഹത്തിൻ്റെ വൈഫ് നീതുവാണ്. ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ പേര്? മൊത്തത്തിലൊരു കാര്യം, എന്തൊക്കെയാണ് പ്രോഗ്രാം? കമ്പനിയുടെ പേര് ട്രയാങ്കിൾ കമ്പനി. അപ്പം നമ്മൾ 3 അമ്മമാർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഇവന്റ് ആണിത്. സോ നമ്മൾ ഇതുവരെ ചെയ്ത അച്ഛന്മാര് ബാക്ക് സപ്പോർട്ട് അല്ലേ? അതെ, അങ്ങനെയുള്ളൂ. കൗണ്ടറുകൾ വരട്ടെ. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ യൂഷ്വലി എക്സിബിഷൻസ് മാത്രമാണ് നമ്മൾ ചെയ്യാറ്. അപ്പം ഇത്തവണ നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ്, PR, ഓൺ ഗ്രൗണ്ട് ആക്ടിവേഷൻസ് അതെല്ലാം നമ്മൾ ഈ ഇവൻറ്റിലൂടെ ലോഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഫാഷൻ ഷോ, Urban Haute Couture എന്ന പേരിൽ നമ്മൾ ഫാഷൻ ഷോയും ലോഞ്ച് ചെയ്യാണ്. ഇതും എല്ലാ വർഷവും 2 ഷോ ആയിട്ടായിരിക്കും നടത്തുന്നത്. ഏപ്രിലിൽ ഒരു Urban Haute Coutureൻ്റെ ഒരു സമ്മർ എഡിഷൻ, അതേപോലെ ഡിസംബറിൽ ഒരു വിൻ്റർ കളക്ഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവാർഡ്സും നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അത് ഓൾസോ വുമൺ ഓൺടർപ്രണർ അവാർഡ്സും ഉണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. അതായത് നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫീ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈടാക്കുന്നില്ല. സോ അതാണ് നമ്മളുടെ ഒരു ബേസിക്. ഇന്നുള്ള ഇവന്റുകൾ എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് ഫാഷൻ ഷോ ഏതൊക്കെ തിരിച്ചാണ്? നമുക്ക് ഇന്നും നാളെയും നമുക്ക് എക്സിബിഷൻ ഉണ്ട്. നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത 80 ബ്രാൻഡ്സിന്റെ എക്സിബിഷൻ ഉണ്ട്. അതോടൊപ്പം ഫുഡ് ഹാൾ ഉണ്ട്. പിന്നെ ഹോയ്പഞ്ച ബ്രാൻഡിൻ്റെ ഒരു ലഞ്ച് ഗാലയുണ്ട്. അത് നമ്മളുടെ ഇൻവൈറ്റഡ് ഗസ്റ്റിനും അവാർഡീസിനും ലഞ്ച് ഗാല ഒരുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ എക്സിബിഷൻ, നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്. പിന്നെ നമുക്ക് മുകളിൽ നമ്മുടെ മെയിൻ ഹാളിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഇനോഗ്രേഷൻ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവാർഡ്സ്, വുമൺ പവർ അവാർഡ്സ് ഒക്കെ നടക്കുന്നത്. ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് കുറെ ഇൻഫ്ലുവൻസർമാർ വരുന്നുണ്ട്. ഇവരൊക്കെ എത്തുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് പറഞ്ഞാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ഈ ഫുഡിന്റെ നോക്കണം. ഞാൻ നമ്മളുടെ കമ്പനിയുടെ ഒരു ഐഡിയയും നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഐഡിയയും പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിരുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അവർ ഹാപ്പിയായി. നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, അവരെ ഓർത്തു എന്നുള്ള ഒരു ഇതിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓടിപ്പിടിച്ച് വരുമായിരുന്നു. ദേ വർ ഹാപ്പി. ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാവരും നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ. 3 അമ്മമാരാണ് അല്ലേ? അതെ, അതൊരു നല്ല റിസ്ക് ആണ്. 3 പേര് കൂടിയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരാളിപ്പോ നമ്മുടെ കൂടെ ഇല്ല, അദ്ദേഹം ഇങ്ങനെ ഓട്ടത്തിലാണ്. പക്ഷെ അത് കാണുമ്പോൾ അത് ഒരു ഭയങ്കര ചലഞ്ചായിരുന്നു അല്ലേ? ഡെഫിനറ്റ്ലി. ബീയിങ് എ മദർ ഇസ് എ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ഒട്ടുമല്ല എന്നല്ല, പക്ഷെ അതിന് ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്ക് ഈ ഒരു ഇവന്റ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ 4ാമത്തെ ഇവന്റ് ആണ്. അതെ, 4ാമത്തെ. 3 ഇവന്റും ചെറുതായിരുന്നു, ഇതാണ് ഏറ്റവും വലുതായത്. അതെ, നമ്മളുടെ ഇതിന് മുന്നത്തെ ഇവന്റ് ഇത്തിരി അത്യാവശ്യം വലുതായിരുന്നു. അപ്പം ആ ഒരു ഇവന്റ് ചെയ്തപ്പം കിട്ടിയ ഒരു റെസ്പോൺസ്, അതായത് നമ്മളുടെ വെൻഡേഴ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും നമ്മളുടെ ഇൻവൈറ്റഡ് ഗസ്റ്റിന്റെ അടുത്തു നിന്നാണെങ്കിലും കിട്ടിയ റെസ്പോൺസ് ഭയങ്കര അമേസിങ് ആയിരുന്നു. അതോടൊപ്പം നമ്മളുടെ ഇവന്റ് കഴിഞ്ഞിട്ടും അവിടെ ആൾക്കാർ ഹാളിൽ പോയിരുന്നു നമ്മളുടെ ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ കൂടെ ആയപ്പോഴത്തേക്കും വി കുഡ് ഡു മോർ എന്നുള്ളത്. സോ ദാറ്റ്സ് ഹൗ 4th ഇവന്റ് ഇത്രയും ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇത്. നമ്മുടെ എക്സിബിഷനിലേക്ക് ആളുകൾ വരുന്നത് എങ്ങനെയാണ്? പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ്? പൊതുജനങ്ങൾ നമുക്ക് എല്ലാവർക്കും എൻട്രി ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. അതെ, പബ്ലിക് എൻട്രി ഉള്ള ഒരു ഇവന്റ് ആണിത്. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും പ്ലീസ്, ഓൾ ഓഫ് യു, വി വെൽക്കം ഓൾ ഓഫ് യു ഹിയർ. ഓക്കെ, അത് തന്നെയാണ്. പറയൂ, എങ്ങനെയുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ? എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? അല്ല, എങ്കിലും എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം നിങ്ങളൊരു റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. 3 അമ്മമാരുടെ റിസ്ക് എന്ന് പറയുമ്പോൾ വലുതാണ്. ബാക്ക് സപ്പോർട്ട് ഉണ്ട്, നമുക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ട്. എങ്ങനെയുണ്ട്? ഫാമിലി സപ്പോർട്ട് ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇവന്റ് ചെയ്യണത്. എല്ലാവരും ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത് പിള്ളേരെ വീട്ടിൽ വിട്ട് ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സ്പെഷ്യലി ഹസ്ബൻഡ്സ് ഭയങ്കര ബാക്ക് ബോൺ ആയിരുന്നു ഞങ്ങളുടെ. എന്തായാലും നല്ലൊരു ഇവന്റ് ആകട്ടെ. ഇന്നും നാളെയുമായിട്ടാണ് ഇവന്റ് നടത്തുന്നത്. അതുകൂടെ ഡിസംബർ 16th and 17th സാറ്റർഡേ സൺഡേ ആയിട്ടാണ് ഇവന്റ് നടത്തുന്നത്. അപ്പം പ്രഷർക്കൊക്കെ സോ എവരിബഡി മസ്റ്റ് കം ആൻഡ് വിസിറ്റ്. വി വെൽക്കം യു ഓൾ. തീർച്ചയായിട്ടും. ഇതാണ് ഈ ഇവന്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക്
അർജുൻ ഉണ്ട്. അർജുൻ്റെ അടുത്ത് നമുക്കൊന്ന് ചോദിക്കണം. അർജുൻ, നല്ല ഒരു ഇവന്റിലേക്ക് പോയിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ല 3 അമ്മമാർ അല്ലേ? 3 അമ്മ അല്ലേ? എങ്ങനെ കാണുന്നു ഇത്? ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് സത്യം പറഞ്ഞത്. ഇത് ഇനീഷ്യലി അവന്യൂ സെന്ററിൽ ചെറിയൊരു ഹാളിൽ തുടങ്ങിയ ഒരു ഇവന്റും ഇവരുടെ തോട്ടും ഇവരുടെ ഡ്രീമും ഇപ്പോൾ ഗോകുലം കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞ വലിയ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും സ്പോൺസേഴ്സായിട്ട് ഇത്രയും ബ്രാൻഡ്സിലൂടെ കൊളാബറേറ്റ് ചെയ്ത് ഇപ്പോൾ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു പരിപാടിയല്ല. കാരണം ഇവർ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഓട്ടം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന്തോ 3 പേർക്കും പനി പിടിച്ച് ക്രോസ് ഓവറായിട്ടും ഓരോ ആൾക്കാർ വീട്ടിൽ സ്റ്റേ ഓവർ ചെയ്തിട്ട് കയറി വരും പിടിക്കുക പരിപാടികളൊക്കെ പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര കൂളിയായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരു തരി പോലും നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യാത്ത രീതിയിലാണ് ഇവർ പിടിച്ചേക്കുന്നത്. പിന്നെ ബാക്ക് സപ്പോർട്ടായിട്ട് നമ്മളുണ്ട്, കൂടെ അലീക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മേജർലി ഇപ്പം ഇവിടം വരെ നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നടന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര അധികം ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തന്നെ. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നമ്മൾ വന്ന് കണ്ടപ്പോൾ ഇന്നലെ ഒന്നും അർജുൻ ഇല്ലായിരുന്നു ഷൂട്ടിംഗ് സ്ഥലത്ത്. ഇന്നിപ്പോൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ നടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ഇന്നലെ വീഡിയോ കോൾ കാണിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണ്ടായില്ല, പക്ഷെ ഐഡിയ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇവരുടെ സ്വപ്നം ഇങ്ങനെ നടന്ന് കാണുന്നതിൻ്റെ ഒരു ഭർത്താവിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതാണ് കൃത്യമായിട്ട് പറയുന്നത്. ആ ഒരു സന്തോഷത്തിൻ്റെ മൂമെൻ്റാണ്. നമ്മളൊരു കുറേ ദിവസത്തെ കഷ്ടപ്പാടുകളാണ്. നമ്മൾ ഈ ഹോളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇവരുടെ കഷ്ടപ്പാട് എത്രമാത്രം ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു ഇവൻ്റായിട്ട് തന്നെ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോഴും പറയുന്നു 3 അമ്മമാർ, 3 സ്ത്രീകളുടെ ഒരു വലിയ ഒരു അധ്വാനമാണ്, കഠിനാധ്വാനമാണ്. അതിൻ്റെ പിന്നിൽ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് അവരുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാകാം. ഈ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു ഇവൻ്റ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആളുകൾക്ക്, പ്രേക്ഷകർക്ക് വന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒത്തിരി സംഭവങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വരിക. അതോടൊപ്പം തന്നെ ഫാഷൻ ഷോ വലിയ രീതിയിലുള്ള ആളുകളെ കാത്തു നിൽക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും നമ്മളിനി ഇവൻറ്റിലേക്ക് പോകണം. ഇനി ആദ്യം തന്നെ നടക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും, ഫുഡ് എന്താണെന്നുള്ളതും അവർ തന്നെയാണ് ഇനി പറയുന്നത്.